ഹലോ കൂട്ടുകാരെ, നമ്മൾ കുറേ നാളായില്ലേ വീഡിയോ ചെയ്തിട്ട്. നമുക്കെന്നാൽ ഇവനെ വെച്ച് ഇന്നൊരു വീഡിയോ ചെയ്താലോ? ഞാനത് യൂട്യൂബിൽ ഒത്തിരി വീഡിയോസിൽ കണ്ടതാണ് കേട്ടോ. എന്നാൽ എനിക്ക് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാൽ നമുക്കെന്നാ ഇതുപോലത്തെ ഒരു പെട്ടി കിട്ടുന്നില്ലായിരുന്നു. ഇന്ന് നമുക്കിതിനെ കിട്ടിയപ്പോൾ ഞാനിങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ തുടങ്ങാമല്ലേ? ആദ്യം തന്നെ ഞാൻ ഇതേപോലെ സെലോ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഗ്യാപ്പ് ഉണ്ടായിരുന്ന എല്ലാ സ്ഥലത്തും ഞാൻ ഇതേപോലെ സെലോ ടേപ്പ് വെച്ച് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കങ്ങനെ ഗ്യാപ്പ് ഒന്നും പാടില്ല. പിന്നെ ഈ പ്രോസസ്സ് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ അബദ്ധം മനസ്സിലായത്. എൻ്റെ കയ്യിൽ കളറോ അല്ലെങ്കിൽ കളർ ടേപ്പുകളോ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുത്തത്. നമുക്ക് എല്ലാ സൈഡും ഇതുപോലെ തന്നെ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ. മേൽഭാഗത്തും താഴ്ഭാഗത്തും എല്ലാം ഞാൻ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ എല്ലാ ഭാഗത്തും ഒട്ടിച്ചതിന് ശേഷം മേൽഭാഗത്തായിട്ട് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഞാനിതുപോലത്തെ ഒരു മണി ബോക്സാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ഈ ഹോൾ ഇട്ട് കൊടുക്കേണ്ടത്. എനിക്കാണെങ്കിൽ ആ വട്ടം ഇട്ടപ്പോഴാണ് മനസ്സിലായത്. ഫസ്റ്റ് തന്നെ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ നല്ല വൃത്തിക്കിരുന്നാണ്. പിന്നെ ഞാനൊരു പെന്നിൻ്റെ അടിഭാഗം വെച്ച് ഇതുപോലെയൊക്കെ ചെയ്തെടുത്തു. അവനെങ്ങ് മാറ്റിയിട്ട് നമുക്കൊരു A4 എടുക്കാം. A4 സാധാ പേപ്പർ ഏതാണെങ്കിലും എടുക്കാം കേട്ടോ. A4 എടുത്തിട്ട് ഈ പെട്ടിയുടെ സൈസിലൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്ത പീസ് നമുക്ക് ഇതേപോലെ പെട്ടിയുടെ മുകളിൽ വെച്ചാണ് കേട്ടോ ഒട്ടിച്ചെടുക്കേണ്ടത്. ഞാനിവിടെ 500 രൂപയുടെ ഒരു സേവിങ് ബോക്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ട പൈസയൊക്കെ ഇതേപോലെ എഴുതി കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പേപ്പർ ഇച്ചിരി കുഞ്ഞായി പോയിരുന്നു, ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. ഇതുപോലെ ഒട്ടിച്ചെടുത്തപ്പോഴത്തേക്കും നമ്മുടെ മണി ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് പൈസ ഇട്ട് നോക്കിയാലോ? ഞാൻ വീഡിയോസിലൊക്കെ കണ്ടത് തന്നെ ആ കുഞ്ഞിത്തുളയ്ക്കോടെയാണ് കേട്ടോ നോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുള്ളത്. നമ്മൾ അതിനൊരു 10 രൂപ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ വെട്ടിയിട്ടിട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. പിന്നെ നമുക്ക് ആ വലിയതിനെ അങ്ങനെ വെറുതെ കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൻ്റെ അകത്തോടെ ഞാനൊരു തൊട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ തൊട്ട് കയറിപ്പോൾ ഇച്ചിരി പാടായിരുന്നു, കുഴപ്പമില്ല. അതും കൂടെ നമ്മൾ വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ പിന്നെ നമ്മൾ ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് കൂടെ ചെയ്യുന്നേ.